Hi everyone, this is Jabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ തൊണ്ടക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് എന്താ പറയുക, തണുപ്പുള്ള എന്തെങ്കിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടക്ക് പണി വരും. ആ ഒരു പ്രശ്നം കാരണം സൗണ്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉമിനീര് ഇറക്കുമ്പോഴും ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കുറച്ചധികം സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ വേദന ഉള്ളതുകൊണ്ട് സൗണ്ട് കുറഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് എന്ന് ഉറപ്പുവരുത്തുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി ന്യൂസും ലീക്സും എല്ലാം അറിയാൻ നമ്മുടെ ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26 പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ബേറ്റയിൽ കുറച്ച് ഫീച്ചേഴ്സും അതോടൊപ്പം മാറ്റങ്ങളും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ ആപ്പിൾ ഈ പറഞ്ഞ iOS 26 കൊണ്ടുവന്ന് പറഞ്ഞൊരു വേർഡാണ് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അത് മാറി മാറി ഇപ്പം ഫ്രോസ്റ്റഡ് ഗ്ലാസ് ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ലിക്വിഡ് ഗ്ലാസ് ഇറക്കിയ സമയത്ത് ആദ്യത്തെ iOS റിലീസ് ചെയ്തപ്പോൾ കുറേയധികം ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തു, വായിക്കാൻ പറ്റുന്നില്ല, അതേപോലെ എന്താ പറയുക റീഡബിലിറ്റി ഇല്ല, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ ബീറ്റ 2ലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒപ്പേസിറ്റി കുറച്ചു, ട്രാൻസ്പെറൻസി കുറച്ചു, ലിക്വിഡ് ഗ്ലാസ് കുറച്ചും കൂടെ എന്താ പറയുക ഡാർക്കായി. നമുക്ക് ബാക്കിലുള്ളത് കാണാൻ പറ്റും, എന്നാലും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ബീറ്റ 3ലേക്ക് വന്നപ്പോൾ അവർ ആ പറയുന്ന ലിക്വിഡ് ഗ്ലാസിൻ്റെ ഓരോ UI ഇല്ലേ, അതായത് ഒരു ചെറിയ ഷേപ്പുകളില്ലേ, അതൊക്കെ മാറ്റി കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആക്കി. ബാക്കിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, സൈഡ് ഗ്രില്ല് അല്ലെങ്കിൽ സൈഡിലൊക്കെ കുറച്ചും ഷാഡോസും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടു. എന്നാലും ആ ഒരു ഒറിജിനൽ ലിക്വിഡ് ഗ്ലാസ് എന്നീ പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് മാറിപ്പോയി. പേഴ്സണലി എനിക്ക് ബീറ്റ 2 ആയിരുന്നു കുറച്ചും ഇഷ്ടമായത്. ബീറ്റ 3ലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ഡാർക്കറായി. അപ്പോൾ ആ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബീറ്റ ടെസ്റ്ററാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം തൊട്ടടുത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലെ 5th അവന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആപ്പിളിൻ്റെ ഒരു ക്യൂബ് ഉണ്ട്. ആ ഒരു ക്യൂബ് ഒരു ഐക്കോണിക് ആയ ഒരു സ്റ്റോറാണ്. അതിൻ്റെ അടിയിലാണ് സ്റ്റോർ, പൊക്കത്ത് ഒരു ചെറിയ ക്യൂബ് മാത്രമേ ഉള്ളൂ. ഈ ക്യൂബിൻ്റെ പൊക്കത്ത് കുറേ പേര് അല്ലെങ്കിൽ ക്യൂബിൻ്റെ അതായത് ഒരു ചില്ലിൻ്റെ ഒരു ക്യൂബാണ്. അതിൽ കുറേയധികം ക്ലൈമറ്റ് പ്രൊട്ടസ്റ്റേഴ്സ് ഈ പറഞ്ഞ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എഴുതി അലമ്പാക്കി. ആപ്പിളിനെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞു, ടിം കുക്കിനെ പറഞ്ഞു, അതേപോലെ നമ്മുടെ ട്രംപിനെ പറഞ്ഞു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ സ്പ്രേ പെയിൻറ്റ് വെച്ച് ആ ഒരു ഗ്ലാസ് ക്യൂബ് അലമ്പാക്കി കളഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം, നമ്മുടെ ഈ പറഞ്ഞ ഭൂമി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഒരു എന്താ പറയുക സ്ഥാപനം അല്ലെങ്കിൽ ഐക്കോണിക്കായ സ്ഥലം നശിപ്പിച്ചുകൊണ്ടാവരുത് എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പം നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നശിപ്പിക്കുമോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒരു ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, അത്രയും വലിയ ലാൻഡ് മാർക്ക് പോകണ്ട, ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നിരാഹാരം അങ്ങനത്തെ പരിപാടി പോലെയല്ല നമ്മളൊരു സാധനം നശിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മളെല്ലാം പറയുമല്ലോ അമേരിക്ക അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ അമേരിക്കയിലും അങ്ങനെയും കുറേയധികം കാര്യം നടക്കുന്നുണ്ട്. 5th അവന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞ ആപ്പിൾ ക്യൂബ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഈ പറഞ്ഞ സ്പ്രേ പെയിൻറ്റും പ്രൊട്ടസ്റ്റും ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അടുത്തൊരു കാര്യം, ആപ്പിൾ ഒരു പേറ്റൻ്റ് എടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടി. ഈ പറഞ്ഞ പേറ്റൻ്റ് നമ്മുടെ ഹ്യൂമൻ ഐസില്ലേ, ഈ ഒരു ഹ്യൂമൻ ഐസിൻ്റെ അതേ എന്താ പറയുക സിസ്റ്റം അല്ലെങ്കിൽ അതേ പ്രോസസ്സിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ ഫോക്കൽ ലെങ്ത്തും കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയുടെ പേറ്റൻ്റാണ് ആപ്പിൾ എടുത്തിരിക്കുന്നത്. പക്ഷേ എപ്പോൾ വരും എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ലീക്കും റിപ്പോർട്ടും അനുസരിച്ച് ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ തന്നെ അല്ലെങ്കിൽ ലിക്വിഡ് ക്യാമറ എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനാലിറ്റി ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ലിക്വിഡ് ക്യാമറയിലൂടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ ചെന്ന് കുറച്ചും കൂടെ എന്താ പറയുക റെൻഡർ ചെയ്യാനും അതോടൊപ്പം അതിൻ്റെ കളർ ക്യാപ്ചറിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെക്കാനിസം കൊണ്ടുവരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ഐ എങ്ങനെയാണ് ഫ്ലിപ്പായിട്ടാണ് കാണുന്നത്. ശരിക്കും നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞാണ് കാണുന്നത്. അത് നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ടല്ലേ നേരെയാക്കണത്. അങ്ങനെയാണുള്ള കുറേ ക്യാമറ സിസ്റ്റം. നമ്മുടെ പണ്ടത്തെ DSLR ക്യാമറയിലൊക്കെ ഇങ്ങനെ ലെൻസിൽ ഫോട്ടോ തട്ടിട്ടാണല്ലോ പോകണം. ഇപ്പം അത് മാറി മിറർലെസ് ആയി, അല്ലെങ്കിൽ R സീരീസായി. ഇതേപോലെ ഓരോ വട്ടം പുതിയ ക്യാമറ ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പറഞ്ഞ എന്താ പറയുക ഫോട്ടോയുടെ പ്രോസസ്സും ഫോട്ടോയുടെ ഔട്ട്പുട്ടും മാറും അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. അതേപോലെ തന്നെ ഈ പറയുന്ന ആപ്പിളിലെ ലിക്വിഡ് ക്യാമറ എന്ന് പറഞ്ഞൊരു പേറ്റന്റ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്.
അങ്ങനെ വരികയാണെങ്കിൽ ഭാവിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 2-3 അല്ലെങ്കിൽ 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആപ്പിളിലെ ക്യാമറ സിസ്റ്റം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ്. ഇപ്പം തന്നെ ഓൾറെഡി വീഡിയോഗ്രാഫി മാത്രമാണ് ടു ബി ഓണസ്റ്റ് ആപ്പിളിലെ ഏറ്റവും നല്ലത്. ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാംസങ്, വിവോ അങ്ങനെ കുറേയധികം ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്. ക്യാമറയുടെ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ ആപ്പിൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഫോൺ എന്ന് പറഞ്ഞ പേര് ആ ഒരു ടൈറ്റിലും ഐഫോൺ തന്നെ സ്വന്തമാക്കാൻ പറ്റും. ഇനി കുറച്ച് ഐഫോൺ 17 ലീക്സ് പറയാം. ഞാൻ ആപ്പിളിലെ കുറച്ച് 15ഓളം പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അതിൽ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ പറഞ്ഞ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കുറേയധികം റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് ഈ ഒരു ന്യൂസ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ റെഗുലറായിട്ട് ഓരോ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് വീഡിയോയിലിടും. അതുകൊണ്ട് ഞാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. വേറൊരു കാര്യം, ഈ പറഞ്ഞ ഐഫോൺ 17 സീരീസിൽ 17 എയർ, 17 പ്രോ ആൻഡ് 17 പ്രോ മാക്സ് 4 വേരിയൻറ്റ് വരും. 17 എന്ന് പറയുന്ന സീരീസ് ബേസ് മോഡൽ മാത്രം ഒരു A19 എന്ന് പറഞ്ഞ ചിപ്സെറ്റിൽ ആപ്പിൾ നിർത്തും. 17 എയർ ആൻഡ് 17 പ്രോ സീരീസ് A19 പ്രോ എന്ന ചിപ്പിലായിരിക്കും വരാൻ പോകുന്ന ഒരു ലീക്ക് ഉണ്ട്. ഈ പറയുന്ന 2 ഡിവൈസിലും 2 ചെറിയ ട്വീക്കിങ്ങും ആപ്പിൾ ചെയ്യുന്നുണ്ട്. A17 എയർ എന്ന ചിപ്സെറ്റിൽ ഞാൻ പറഞ്ഞ പോലെ A19 പ്രോ വരും, പക്ഷേ 5 കോർ GPU മാത്രമായിരിക്കും വരുന്നത്. പക്ഷേ പ്രോ സീരീസിൽ A19 പ്രോ തന്നെയായിരിക്കും ചിപ്പ്, പക്ഷേ അതിൽ 6 കോർ GPU വരും. ആ ഒരു 1 കോർ GPUയുടെ വ്യത്യാസമാണ് വരുന്നതെങ്കിലും ഈ പറയുന്ന ആ ഒരു ചെറിയ മാറ്റം പ്രോസസ്സിങ്ങിലും ബാക്കി കാര്യങ്ങളിലും വരുന്നുണ്ട്. സോ ആ ഒരു ചേഞ്ച് ഈ പറഞ്ഞ 17 ചിപ്സെറ്റിൽ വരാനുള്ള ചാൻസ്. അടുത്തൊരു കാര്യം, 17 എയറിൻ്റെ കുറച്ച് 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് എന്ന് പറയുന്നത്, 2 വൈറ്റ്, 3 സിൽവർ, 4ാമത്തെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. ഈ ഒരു വട്ടം അതായത് 2025 വരാൻ പോകുന്ന ഡിവൈസുകൾക്ക് ബ്ലൂ കളേഴ്സ് കൊടുക്കും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 17 പ്രോ സീരീസിൽ ഒരു ബ്ലൂ കളർ, അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ലീക്കിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ന്യൂസ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു 17 പ്രോ സീരീസിൽ നമ്മുടെ M3 മാക്ബുക്ക് എയർ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ. ആ ഒരു ഷെയ്ഡിൽ ഒരു പുതിയ പ്രോ വരും എന്ന് പറഞ്ഞു 17 പ്രോ. അതോടൊപ്പം 17 എയറിൽ ഒരു ബ്ലൂ കളർ വരാനുള്ള ചാൻസ്, ലൈറ്റ് ബ്ലൂ കളർ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ ലീക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് ഈ ഒരു വട്ടം വരാവുന്ന എല്ലാ ഫോണിലും ഉണ്ടാകുമെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആപ്പിളിലെ റിപ്പോർട്ടും ലീക്സും ന്യൂസും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറേ എനർജി എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൊണ്ട കുറച്ച് സോറാവുന്നതാണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ബട്ട് എല്ലാ കാര്യം ഞാൻ കൺവേ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇതേപോലെ റെഗുലറുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Yebin Xavier signing from Evika.